അടുത്തിടെ ഞാനൊരു തെലുങ്ക് സിനിമ കണ്ടു. പക്ഷേ എനിക്ക് തെലുങ്ക് അറിയാത്തത് കൊണ്ട് മലയാളം വേർഷനാണ് കണ്ടത്. മലയാളം വേർഷൻ എന്ന് വെച്ചാൽ മലയാളം ഡബ് വേർഷൻ. ഈ സിനിമ നാനി പ്രൊഡക്ഷനിലാണ് വന്നത്. അതുകൊണ്ടാണെന്ന് അറിയില്ല. ഗുഡ് ഫിലിം, അതായത് ഗംഭീര ഫിലിം എന്ന് തന്നെ പറയാം. സിനിമ എന്ന് പറയുന്നത് കോട്ട് 8BS എ നോബഡി അങ്ങനെ എന്തോ ആണ്, ക്ലിയറായിട്ട് ഓർമ്മയില്ല. അങ്ങനെ എന്തോ ആണ്, അതാണ് സിനിമ. പക്ഷേ ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് റിവ്യൂ അല്ലെങ്കിൽ നിരൂപണം അല്ലെങ്കിൽ വിശകലനമൊന്നുമല്ല. ആ സീനിലെ ഒരു കണ്ടന്റാണ് ഈ വീഡിയോയിലെ വിഷയം. ആ സീനും കണ്ടന്റ് അല്ല, ആ കണ്ടന്റ് പറയണമെങ്കിൽ ആ സീന് പറയണം. അതുകൊണ്ട് സ്പോയിലർ ഉണ്ടാവും. ജൂനിയർ വക്കീലും സീനിയർ വക്കീലും. ജൂനിയർ വക്കീലാണ് ഇതിലെ പ്രധാന കഥാപാത്രം. ജൂനിയർ വക്കീല് നല്ല ഇൻ്റലിജൻ്റ് ആണ്, സ്മാർട്ടാണ്, എല്ലാമാണ്. കേസ് നന്നായിട്ട് വാദിക്കാൻ കഴിവുള്ള വ്യക്തിയാണ്. പക്ഷേ സീനിയർ വക്കീല് ജൂനിയർ വക്കീലായ നായകന് എന്താ പറയുക, കേസ് കൊടുക്കുന്നില്ല. എല്ലാവർക്കും കിട്ടുന്നില്ല, പക്ഷേ മൂപ്പർക്ക് മാത്രം ഒരു കേസ് കിട്ടുന്നില്ല. ലാസ്റ്റ് എന്തുകൊണ്ടാണ് എനിക്ക് കേസ് കിട്ടാത്തത് എന്നൊക്കെ കരുതി ലാസ്റ്റ് ഉണ്ടാകും. ഇല്ലേ ഞാൻ ചോദിക്കാത്തത് കൊണ്ടാണോ കേസ് കിട്ടാത്തത് എന്നൊക്കെ കരുതി ലാസ്റ്റ് ഉണ്ടാകും. മൂപ്പറ് സീനിയർ വക്കീലിനോട് ചോദിക്കും കേസ്. അപ്പം സീനിയർ വക്കീൽ പറയും, ഞാൻ നിങ്ങൾക്ക് കേസ് തരാം, പക്ഷേ നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, അതിന് ശരിയായ ആൻസർ പറഞ്ഞാൽ നിനക്ക് കേസ് തരാം എന്ന് പറയും. ആ ക്വസ്റ്റ്യനാണ് ഈ വീഡിയോയുടെ കണ്ടന്റ്. ആ ക്വസ്റ്റ്യൻ ഇതാണ്: ഒരു ട്രാക്കിലൂടെ ഒരു ട്രെയിൻ പോകും. ആ ട്രാക്കിൽ ഒരു മനുഷ്യനുണ്ട്. ആ ട്രാക്കിൽ നീയുണ്ട്. ആ ട്രാക്കിന്റെ സൈഡിൽ നീയുണ്ട്. ആ ട്രാക്കിൽ ഒരു ലീവർ ഉണ്ട്. അത് നീ പുള്ള് ചെയ്താൽ മറ്റൊരു ട്രാക്കിലേക്ക് പോകും. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ ആ ട്രാക്കിൽ, അനദർ ട്രാക്കിൽ അവിടെ 5 മനുഷ്യരുണ്ട്. 5 മനുഷ്യർ, ഒരാളല്ല 5 മനുഷ്യരുണ്ട്. ആ 5 മനുഷ്യന് ആ ട്രാക്കിലുണ്ട്. ചോദ്യം ഇതാണ്: ഒരാളെ രക്ഷിക്കുമോ അതോ 5 ആളെ രക്ഷിക്കുമോ? നായകൻ ക്വിക്കായി തന്നെ പറയും, 5 ആളെ രക്ഷിക്കും. ഒരാളെ ജീവനേക്കാൾ വലുതാണല്ലോ 5 ആളെ ജീവനുകൾ, അതുകൊണ്ട് ഞാൻ 5 ആളെ രക്ഷിക്കും. സീനിയർ വക്കീൽ നോക്കെ എന്ന് പറഞ്ഞ് മൂപ്പരെ ജോലി നോക്കി പോകും. പിറ്റേ ദിവസമാകും. പിറ്റേ ദിവസം വീണ്ടും ചോദിക്കും, കേസ് എന്തായി, കേസ് കിട്ടുമോ എന്നൊക്കെ ചോദിക്കും. എന്നാൽ ഓക്കെ, ഒന്നും കൂടി ഞാൻ സിനാരിയോ മാറ്റം, ആ ചോദ്യത്തിൽ മാറ്റം വരുത്താം. ഈ സിനാരിയോയിൽ ആ 5 വ്യക്തികളെ കാര്യം പറയില്ലേ, 5 വ്യക്തികൾ രക്ഷിക്കുന്നു പറഞ്ഞില്ലേ, ആ 5 വ്യക്തികൾ ടെററിസ്റ്റുകളായിരുന്നു. ഇപ്പം നീ എന്ത് ചെയ്യും? ആ വ്യക്തി ടെററിസ്റ്റുകളൊന്നല്ല, ഒരു പാവ മനുഷ്യൻ. അപ്പോൾ നായകൻ പറഞ്ഞു, ടെററിസ്റ്റ് ആണല്ലേ, അപ്പം മോശം വ്യക്തികളാണല്ലേ, എന്നാൽ ഞാൻ ആ ഒരു വ്യക്തിയെ രക്ഷിക്കും, 5 ആളെ ഞാൻ കൊല്ലും. 5 ആളെ കൊല്ലും. പിന്നെയും സീനിയർ വക്കീൽ മൂപ്പരുടെ ജോലി നോക്കിപ്പോയി, ഒന്നും പറയാതെ പോയി. പിറ്റേ ദിവസമായി വീണ്ടും ആവർത്തിച്ചു ചോദ്യം. സിനാരി വീണ്ടും മാറ്റി. അങ്ങനെ ദിവസങ്ങളോളം ഇങ്ങനെ മാറ്റി സിനാരി മാറ്റിക്കൊണ്ട്, ചോദ്യം മാറ്റിക്കൊണ്ട്, ഉത്തരം മാറ്റിക്കൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അപ്പം ഒരു സമയം ജൂനിയർ വക്കീലിന് മനസ്സിലായി, ഇയാളിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്, ഇയാൾക്ക് ജോലി തരാനുള്ള ഉദ്ദേശമൊന്നുമില്ല. അയാളുടെ പാട്ടിനെ പോയി. അതെ, ജൂനിയർ വക്കീൽ. എന്നാലും ജൂനിയർ വക്കീൽ വിടുക, കാരണം ഇൻ്റലിജൻ്റ് അല്ലേ. പെട്ടെന്ന് പോയി എന്താക്കി, ഗൂഗിളിനോട് ചോദിച്ചു, എന്താണ് ഇതിൻ്റെ ഉത്തരം? ഗൂഗിൾ പറഞ്ഞു, ഗൂഗിളിന് ഇതിന് ശരിയായ ഉത്തരമില്ല. ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്, ഇതിന് ശരിയായ ഉത്തരമില്ല. ഇതിന് നമ്മുടെ കോമൺ സെൻസ് ഒന്ന് എന്നും പറയാം. ഒരാളെ രക്ഷിക്കുന്നു പറഞ്ഞാൽ ശരിയാണ്, 2 ആളെ രക്ഷിക്കുന്നു പറഞ്ഞാൽ ശരിയാണ്, അല്ലെങ്കിൽ 5 ആളെ രക്ഷിക്കുന്നു പറഞ്ഞാൽ ശരിയാണ്, എന്നും ശരിയാണ്. ഒരു സബ്ജക്റ്റീവ് മോറലാണ് ഗൂഗിൾ പറയുന്നത്. കാരണം ശരിയായ ഉത്തരം ഇതിനില്ല. ഇതിനെ ട്രോളി തിയറി എന്നാണ് ഗൂഗിൾ പറഞ്ഞത്. ട്രോളി തിയറി എന്ന് ഗൂഗിളിന് പോലും ശരിയായ രീതി പറയാൻ പറ്റാത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ച്, ഇത് സീനിയർ വക്കീൽ എനിക്ക് കേസ് തരാനുള്ള ഉദ്ദേശമൊന്നുമില്ല എന്ന് ജൂനിയർ വക്കീൽ ഒരു ഫ്രണ്ടിനോട് പറയും. ഇതാണ് ആ സീൻ. ഗൂഗിൾ ഇവിടെ ശരിയായ ആൻസർ ഇല്ലെന്ന് പറഞ്ഞാലും സത്യത്തിൽ ശരിയായ ആൻസർ ഉണ്ട്. ഗൂഗിളിന് തെറ്റി എന്നാണ്, അല്ലെങ്കിൽ കൃത്യമായി അനലൈസ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ എക്സ്പേർട്ടിന് കൃത്യമായി ഉത്തരമില്ല, അല്ലെങ്കിൽ കണ്ടെത്തിയിട്ടില്ല എന്ന് എനിക്ക് പറയാൻ പറ്റും. ഇവിടെ ചോദ്യം എന്തല്ല, ഒരാളെ അല്ല, 2 ചോയ്സ് ഉണ്ട്. അതിൽ ഒരാളെ രക്ഷിക്കാം, ഒരാളെ കൊല്ലാം. ഇതിൽ ആരെ രക്ഷിക്കും, ആരെ കൊല്ലും, അങ്ങനെ ഒരു ചോദ്യമല്ല ചോദിച്ചത്. അതിന് പകരം ആര് ഇതിൽ സേവ് ചെയ്യുമെന്നാണ്. ആര് സേവ് ചെയ്യും, അത് കൊന്നിട്ടാവണമെന്നില്ല. ചുമ്മാ ഇരുന്നാലും ഒരാളെ രക്ഷിക്കാൻ പറ്റും, അല്ലെങ്കിൽ 5 ആളെ രക്ഷിക്കാൻ പറ്റും. കാരണം എന്താണ്, ഫസ്റ്റ് ട്രാക്കിലൂടെയാണ് ട്രെയിൻ ആദ്യം തിരഞ്ഞെടുത്തത്, അല്ല ചോയ്സ് ചെയ്തത്. നാച്ചുറലി ഉള്ളൊരു ചോയ്സ് ആണത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഫസ്റ്റ് ട്രാക്കിൽ ഈ നായകൻ ഇല്ലെന്ന് കരുതുക. ഈ ട്രാക്കിലൂടെ ട്രെയിന് പോയാൽ അവിടെ ഒരു മനുഷ്യനുണ്ടെങ്കിൽ അയാൾ വരും, അപ്പുറത്തുള്ള 5 ആൾക്കാർ എന്തായാലും സേവ് ആവും. പക്ഷെ ഇവിടെ നിൽക്കുമ്പോൾ ഇയാൾ അതിന് കാരണക്കാരനാവില്ല. സത്യത്തിൽ അതിന് കാരണക്കാരനാവുന്നൊരു ചിന്തയിലാണ് അങ്ങനെ ഒരു ഫസ്റ്റ് എന്ത് തിരഞ്ഞെടുത്താലും ഒരു ക്രൈം ചെയ്യുന്ന രീതിയിലാകുന്നത്. ആദ്യത്തത് എന്തായാലും ആക്സിഡൻ്റ് ആണ്. ഇനി ഇവിടെയുള്ള വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ
ഏത് ചോയ്സ് എടുക്കും, ഏത് ചോയ്സാണ് യഥാർത്ഥത്തിൽ ശരി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നായകൻ ചുമ്മാ ഇരിക്കുന്നതാണ് ശരിയായ രീതി. അതാണ് കറക്റ്റ്. ലിവർ വലിക്കാതെ ചുമ്മാ ഇരിക്കണം. അതിൻ്റെ കാരണം എന്താണ്? നിന്റെ ആക്ഷൻ കാരണമല്ല ഫസ്റ്റ് ട്രാക്കിലുള്ള ആളുകൾ മരിക്കുന്നത്. ഒരു ആക്സിഡൻ്റൽ മരണമാണ്. പക്ഷേ നീ ലിവർ വലിച്ചു കഴിഞ്ഞാൽ നിന്റെ ആക്ഷൻ കാരണമാണ് 5 ആളുകൾ മരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നീ ചുമ്മാ ഇരുന്നാലാണ് നീ ക്രൈം ചെയ്യാതിരിക്കുന്നത്. അഥവാ നീ ലിവർ വലിച്ചു കഴിഞ്ഞാൽ കുറ്റം ചെയ്തിരിക്കുന്നു. നീ ലിവർ വലിക്കാതിരിക്കണം സത്യത്തിൽ. അതാണ് യഥാർത്ഥ മോറൽ അല്ലെങ്കിൽ ലീഗലി ശരിയായത്. ഇവിടെ ഗൂഗിൾ ശരിയായ ഉത്തരമില്ലെന്ന് പറഞ്ഞാലും ലീഗൽ എത്തിക്സിലെ യുക്തി അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഒരു ശരിയായ ആൻസർ ഇതിലുണ്ട്, ഈ ഒരു സിനാരിയോയിലുണ്ട് എന്നതാണ് എൻ്റെ ഒപ്പീനിയൻ. ആ ഫിലിമിൻ്റെ ആ സീൻ കണ്ടപ്പോൾ എനിക്കൊരു ഉത്തരമുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് ഗൂഗിളിന് പോലും അറിയാത്ത ഒരു ഉത്തരം ഇത് സീനിയർ വക്കീൽ എന്തുകൊണ്ട് ചോദിച്ചു എന്ന് എനിക്കറിയണമായിരുന്നു. പക്ഷേ ക്ലൈമാക്സിനോട് അടുത്ത സമയത്ത് അതിനൊരു ഉത്തരം കൊടുക്കുന്നുണ്ട്. പക്ഷേ ആ ഉത്തരമല്ല കൊടുത്തത്. അതിന് പകരം എന്തുകൊണ്ട് ആ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ 5 വ്യക്തിയോ റെയിൽവേ ട്രാക്കിലേക്ക് വന്നു എന്നൊരു ക്വസ്റ്റ്യനാണ് അതിൻ്റെ ആൻസറായിട്ട് സീനിയർ വക്കീൽ കൊടുക്കുന്നത്. എനിക്കത് ആദ്യം കണക്റ്റായില്ല. പക്ഷേ ആ സീനുമായിട്ട് കുറച്ച് മാച്ചിങ് ഉണ്ട്. അതുകൊണ്ട് ഓക്കെ ആയിരുന്നു. പക്ഷേ അത്ര ഒരു സുഖമില്ലാത്ത കാര്യമായിരുന്നു. എന്തായാലും സിനിമ ഓവറോൾ